ഉദയനിധി സ്റ്റാലിൻ വന്നിട്ട് പ്രധാനമായും പറഞ്ഞത് ഈ അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിൽ പറയുന്നൊരു കാര്യം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും അല്ലെങ്കിൽ ഏത് നേതാവിനും ജനങ്ങളെ അഭിസംബോധന ചെയ്യാനും പൊതുപരിപാടിയും നടത്താനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്, അധികാരമുണ്ട്. പക്ഷേ അപ്പോഴും വരുന്ന ആളുകളുടെ സുരക്ഷ, ആ ക്രൗഡിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനം ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണമെന്നാണ്. എന്നാൽ ഇവിടെ അത് ഉണ്ടായില്ല എന്നുള്ളത് അദ്ദേഹം ഒരു വിമർശനമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മോർച്ചറിക്ക് മുന്നിലാണ്. ഈ മോർച്ചറിക്ക് മുന്നിൽ നോക്കുകയാണെങ്കിൽ ഇനി 30 മൃതദേഹങ്ങൾ ഇതുവരെ വിട്ടുകൊടുത്തു കഴിഞ്ഞു. ഇനി 9 എണ്ണമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത്. 9 മൃതദേഹങ്ങൾ അധികം വൈകാതെ തന്നെ ഇനി ഇവിടെ നിന്ന് ബന്ധുക്കൾക്കായി വിട്ടു നൽകും. പോസ്റ്റ്മോർട്ടം നടപടികൾ ചില കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ബന്ധുക്കളുടെയും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയൊക്കെ തന്നെ വലിയൊരു നിര, ഈ മരിച്ച അല്ലെങ്കിൽ ജീവൻ നഷ്ടമായ ആളുകളുടെയൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഈ മോർച്ചറിക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ അല്ലെങ്കിൽ അവരുടെ മൃതശരീരം, ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങാനായി ഇവിടെ കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും ഇവിടെയുള്ള ഒരു മോർച്ചറിക്ക് മുന്നിലുള്ള തിരക്ക് അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. രാവിലെ വരുമ്പോഴുള്ള തിരക്കില്ല, അത് നിയന്ത്രിക്കാനൊക്കെ ആ സമയത്ത് ബാരിക്കേഡുകൾ വെച്ച് 2 നിരകളിലായിട്ടാണ് പോലീസ് അപ്പോൾ നിയന്ത്രിച്ചിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ഒറ്റ സ്ഥലത്തേക്ക് കൊള്ളാവുന്ന ആളുകൾ മാത്രമാണ്. കാരണം ഭൂരിപക്ഷം ആളുകളുടെയും മൃതദേഹമൊക്കെ തന്നെ വിട്ടുകൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കുറച്ച് ആളുകളുടെ കൂടിയുണ്ട്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ വിട്ടു നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാ ആச்சு ഇന്നലെ சார் என்ன ஆச்சு? கரூர் பெருந்துயர் சார் நம்ம நிறைய குழந்தைகள் இருந்திருக்காங்க. பெரிய பாதிப்பு. ஒரு அரசியல் கட்சியில் நடக்கக்கூடிய சாதாரண ஒரு கூட்டத்துக்கு அறிவுடத்தனமாக குழந்தைகளும் தூக்கிட்டு போய் மிகப்பெரிய பாதிப்பு ஏற்பட்டிருக்கு. ரிலேட்டிவ் ஏதாவது இருக்கா? நமக்கு பக்கத்தில் அருகில் இருக்கவங்களாம் இருக்காங்க சார். நம்ம பொது மனிதனாக தான் வந்திருக்குங்க சார். கரூர் மாவட்டத்தில் நடந்திருக்க இதை வந்து பார்க்க வந்திருக்குங்க. இந்த இரங்கல் தெரிவிக்கணுங்கிறதுக்காக வந்திருக்கோம். ഓക്കെ, അങ്ങനെ ഇത്തരത്തിൽ ഇന്നലെ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയാണ് പലരും തങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അടുത്ത വീട്ടുകാർക്ക് വേണ്ടിയൊക്കെ തന്നെ വരുന്നവരും നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെ വലിയ ഒരു ജനക്കൂട്ടം, അതായത് രാവിലെ കണ്ട അത്രയില്ല എങ്കിൽ കൂടി വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ തന്നെ തൻ്റെ പ്രിയപ്പെട്ടവരെ കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ചേതനയേറ്റ് വരുന്ന മൃതദേഹത്തിനായി കാത്തു നിൽക്കുന്നു, പരിക്ക് പറ്റിയവർക്ക് ഒപ്പം നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ്, വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോഴും ഈ മോർച്ചറിയുടെ മുന്നിൽ നിന്നുള്ളത്. ഇനി 9 മൃതദേഹങ്ങളാണ്, അതും അധികം വൈകാതെ തന്നെ വിട്ടു നൽകുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്.